നേരത്തെ തന്നെ കണ്ണേട്ടൻ എഴുന്നേറ്റ് നടന്നേനെ. പക്ഷേ അങ്ങനെ നടക്കാതിരിക്കാനുള്ള കാരണക്കാര് നിങ്ങളുടെ ഭർത്താവും അതുപോലെ തന്നെ കണ്ണേട്ടന്റെ വീട്ടിലുള്ളവരുമാ. ഞങ്ങളാരും ഒന്നും ചെയ്തിട്ടില്ല. നീ നിന്റെ മുടിഞ്ഞ വൈദ്യനും കൂടെ അങ്ങനെയൊക്കെ വരുത്തി തീർത്തതാ. അതെ അതെ, ഞാനും അമ്മയും കൂടെ ആ തോമസ് വൈദ്യന്റെ അഗസ്ത്യ കൂടത്തിൽ പോയി കിടന്നപ്പോഴേ അത് ഞങ്ങൾക്ക് മനസ്സിലായതാ. അയാൾക്ക് നമ്മളെ ഒന്നും ചികിത്സിക്കാൻ ഒരു താല്പര്യവുമില്ല. എടാ പ്രതാപ, എനിക്ക് തോന്നുന്നത് ഇവളെ ഇടയ്ക്കിടയ്ക്ക് കണ്ണനെയും കൂട്ടിക്കൊണ്ട് ആ തോമസ് വൈദ്യന്റെ അടുത്തേക്ക് പോകുന്നത് അയാളെ കാണാനാ. എന്താ നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത്? ആ, ഞാൻ പറഞ്ഞു വരുന്നത് ഇനി പച്ചയായിട്ട് അങ്ങോട്ട് പറയാം. നിനക്ക് തോമസ് വൈദ്യരോട് പ്രേമമാ. എന്റെ അച്ഛനാകാൻ പ്രായമുള്ള ഒരാളെ കുറിച്ചാ നിങ്ങൾ ഈ സംസാരിക്കുന്നത്. ഓ, നിന്റെ ഭർത്താവിന് ഒരു കുടുംബജീവിതം നയിക്കാൻ കഴിയില്ലെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നീ അതിന് യോഗ്യരായിട്ടുള്ളവരുടെ പിന്നാലെ ചുറ്റിത്തിരിയുന്നാണ് അമ്മ പറഞ്ഞു വരുന്നത്. അതെ അതെ പ്രതാപ, ഈ തോമസ് വൈദ്യര് കെട്ടിയിട്ടൊന്നുമില്ലല്ലോ. ഇല്ലെന്നേ. അപ്പൊ പിന്നെ എന്തിനാണ് ഒരു പ്രയോജനവും ഇല്ലാതെ ഇവള് അവനെ കൊണ്ട് എപ്പോഴും അങ്ങോട്ട് പോകുന്നേ? അതെ സീമന്തിനി, ഇപ്പൊ മനസ്സിലായോ ഞാൻ പറഞ്ഞത് കഥയല്ലല്ലോ? ആയിരിക്കും. എന്നിട്ട് എന്റെ മോനെ കുറിച്ച് കള്ളങ്ങൾ പറഞ്ഞില്ലേ? നിങ്ങളുടെ മോനെ കുറിച്ച് ആരെന്ത് കള്ളം പറഞ്ഞെന്നാ നിങ്ങൾ ഈ പറയുന്നേ? അവനെന്താ കല്യാണത്തിന് മുമ്പ് ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിട്ടില്ലേ? അതിലൊരു കുഞ്ഞില്ലേ? നിങ്ങളെയൊക്കെ കണ്ടെന്റെ പാപം തീരാൻ ഒന്നുകൂടെ പ്രാർത്ഥിക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാ ഞാനിവിടെ നിന്നത്. ഞങ്ങളൊക്കെ പാപികള്, നിങ്ങള് പുണ്യവതി. അങ്ങനെ ഞാൻ പുണ്യവതിയാണെന്നൊന്നും പറയുന്നില്ല. പക്ഷേ നീ ചെറുപ്പമാണ് സ്വാതി. ഇവരുടെയൊക്കെ കൂടെ കൂടി നീ നിന്റെ ഭാവി ഇല്ലാതാക്കി കളയരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. സീമന്തിനി, ഇവളെ ഇനി എന്താണ് ചെയ്യേണ്ടത്? സീമന്തിനി, കൂടുതലൊന്നും പറയണ്ടമ്മേ. ഇവളുടെ കല്യാണത്തിന് കണ്ണൻ സഹകരിക്കേണ്ടതാ. അതുകൊണ്ട് അവളെ പിണക്കാനൊന്നും പറ്റില്ല. അങ്ങനെ മഞ്ഞു കൊള്ളണ്ട സീമന്തിനി. ഒരു കാരണവശാലും നിന്റെ മോളുടെ കല്യാണത്തിന് കണ്ണൻ സഹകരിക്കാൻ പോകുന്നില്ല. ഇനി അവനങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ തന്നെ ഇവള് അതിന് സമ്മതിക്കാൻ പോകുന്നില്ല. എന്നാ പിന്നെ വാ, നമുക്ക് പോകാടാ. ഓ, ഭാഗ്യായി. കണ്ണേട്ടനെ അവര് കണ്ടിരുന്നെങ്കിൽ അതേപ്പറ്റി സംസാരിച്ചേനെ. എല്ലാവരെയും സ്നേഹിച്ചിട്ടും എല്ലാവരും നന്നാവണമെന്ന് കരുതിയിട്ടും പണത്തിനും സമ്പത്തിനും വേണ്ടി ആൾക്കാർ പരക്കം പായുക. എന്നെ എൻ്റെ ഭാര്യയെ ശത്രുതയോടെ കാണുന്നവരുടെ മനസ്സെങ്കിലും നന്നാവാൻ എന്തെങ്കിലും ചെയ്യണേ ഭഗവാനെ. കണ്ണേട്ടാ, ആരും കണ്ടില്ലല്ലോ അല്ലേ? ഭാഗ്യത്തിനില്ല. മുമ്പിൽ നിന്ന് ഞാൻ തൊഴുതോണ്ട് നിൽക്കുമ്പോ അമ്മായിയും സ്വാതിയും വന്നായിരുന്നു. പക്ഷെ അവർക്കെന്നെ മനസ്സിലായില്ല. അതെന്തുകൊണ്ട് നന്നായി. നമുക്കൊന്നുകൂടി വലം വെച്ചിട്ട് പുറത്തേക്ക് പോവാം. അവര് പോയി കാണില്ല. ശരി, വാ.
കണ്ണേട്ടന് നടക്കാൻ കഴിയില്ലെന്ന് കരുതി എന്നെ കുറെ ആക്ഷേപിച്ചു. ഇപ്പൊ പുതിയ ആരോപണം ഞാൻ കണ്ണേട്ടനെയും കൊണ്ട് തോമസ് വൈദ്യരുടെ അടുക്ക പോകുന്നത് തോമസ് വൈദ്യനും ഞാനും തമ്മിൽ പ്രേമത്തിലായോണ്ടാണെന്നാ. അതെ കണ്ണേട്ടാ, കരുണയുടെ മുത്തശ്ശി പറഞ്ഞതാ. അമ്പലത്തിൽ നിന്നോട്ട് പറയാ, അങ്ങനൊക്കെ പറഞ്ഞവരുടെ നാവുണ്ടല്ലോ, മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് തവണ പണി മുടക്കും. നമുക്കങ്ങനെ ആരെയും ശപിക്കണ്ട കണ്ണേട്ടാ. പറയുന്നവര് പറയട്ടെ. ജയിക്കാൻ വേണ്ടിയിട്ടും നമ്മളെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ടും പലരും പലതും പറയും. അതൊന്നും നമ്മൾ കണ്ടതായിട്ട് നടിക്കണ്ട. അല്ല, ഇനി സംശയം തോന്നിയിട്ട് അവരാരെങ്കിലും ഇങ്ങോട്ട് വരുമോ? അല്ല, താൻ തൊഴുതിറങ്ങിയിട്ടും വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നത് അവർക്കൊക്കെ ഡൗട്ടായി കാണുമോ? അതുകൊണ്ടാ വലം വെച്ചിട്ട് പോവാന്ന് പറഞ്ഞത്. വാ. നോക്കിയിട്ടൊക്കെ മുന്നിലോട്ട് പോയാൽ മതി. താൻ മുന്നേ നടന്നു. ഇനി ക്ഷേത്രത്തിലുള്ളവർക്കൊക്കെ സംശയമായി കാണുമല്ലോ. ഞാൻ തിരുമേനിയോട് കാര്യം പറഞ്ഞിട്ടുണ്ട്. തിരുമേനി നമുക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഇവിടെ സരസ്വതി പ്രഭയുള്ള അയ്യപ്പനാ ഉള്ളത്. അതുകൊണ്ട് ശത്രുസംഹാര പൂജയും മറ്റു കാര്യങ്ങളൊക്കെ അവർ നടത്തിയിട്ടുണ്ട്. അതിലൊന്നും കാര്യമില്ലെന്നാ തിരുമേനി പറഞ്ഞത്. പ്രാർത്ഥിക്കുന്നവരുടെ മനസ്സിൽ നന്മയില്ലെങ്കിൽ അവർ പ്രാർത്ഥിക്കുന്നതൊക്കെ അവർക്ക് തന്നെ തിരിച്ചു കിട്ടും. അതാ ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത. വാ. അവള് ഭഗവാന്റെ വിളക്കൊക്കെ വെളുപ്പിച്ചോണ്ടിരിക്കുക. വേറൊരുത്തി അയ്യപ്പനെ മൊത്തത്തിൽ കോൺട്രാക്ട് പിടിച്ചിരിക്കുക. ഒന്ന് സ്വസ്ഥമായിട്ട് തൊടാനാ ഒറ്റപ്പെട്ട ഒരു അയ്യപ്പ ക്ഷേത്രത്തിലോട്ട് പോയത്. അപ്പൊ അവിടെയും ഉണ്ട് നിന്റെ പുന്നാര മോള്. ഞങ്ങൾ അവിടെ ചെല്ലുമെന്ന് അറിഞ്ഞ പോലെയാ അവളവിടെ എത്തിയത്. അവൾക്കെന്താടി വല്ല ജ്ഞാനദൃഷ്ടി ഉണ്ടോടി ഇതൊക്കെ അറിയാൻ? അയ്യോ, മോൾക്കപ്പ അയ്യപ്പ ക്ഷേത്രത്തിൽ കണ്ണനും പോകുമെന്ന് പറഞ്ഞായിരുന്നല്ലോ. എന്താടി ചിന്തിച്ചു കൂട്ടുന്നത്? അല്ല, ലക്ഷ്മി മോള് മാത്രമേ അമ്പലത്തിലേക്ക് വന്നുള്ളോ? അല്ലാതെ അവളുടെ കെട്ടിയോന് വരാൻ പറ്റത്തില്ലല്ലോ. ഉണ്ണിക്കുട്ടനെ പോലെ അവളുടെ കൈ ഓർത്ത് പിടിച്ചു നടക്കാനൊന്നും അവന് പറ്റത്തില്ലല്ലോ. വീൽ ചെയറിലിരിക്കുന്നോ മലയ്ക്ക് പോകുന്നില്ലേ? പിന്നെ അവന് വേണമെങ്കിൽ ഇവിടെയും വരാറുന്നല്ലോ. ഡേ, നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. അവൾ ഇനി എത്ര ദൈവങ്ങളെ വിളിച്ചാലും ശരി, നിന്റെ മരുമകൻ എഴുന്നേറ്റ് നടക്കാൻ പോകുന്നില്ല. എഴുന്നേറ്റ് നടന്നില്ലേലും എന്റെ മരുമോൻ എന്റെ ഇളയ മരുമോനെ പോലെ മറ്റുള്ളവരുടെ നാശം ആഗ്രഹിക്കുന്ന കൂട്ടത്തിലല്ല. നീ ഞങ്ങളെ എന്തെങ്കിലും പറഞ്ഞോ? പക്ഷേ ഞങ്ങളുടെ മരുമോനെ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ ഒന്നും ചെയ്യില്ല. ഇപ്പോ മോൻ ചെയ്ത തെറ്റെന്താണെന്ന് അമ്മയ്ക്കും അറിയാം. അത് വെറുതെ ഞങ്ങളുടെ നാവിന്ന് പുറം ലോകം അറിയാൻ രണ്ടാളും അവസരം ഉണ്ടാക്കരുത്. അല്ലടാ പ്രതാപ, ഉണ്ണിക്കുട്ടനെ കുറിച്ച് പറഞ്ഞപ്പോ നമ്മൾ ഇത്രയും അവളോട് ചൂടാകേണ്ട കാര്യം ഉണ്ടായിരുന്നോ? എന്റെ അമ്മേ, അച്ഛനെ തല്ലുന്ന ഒരുപാട് മക്കളുണ്ട്. പക്ഷേ ആരെങ്കിലും അച്ഛനെ വിളിച്ചാ ആ മക്കൾ സഹിക്കൂ? അതുപോലെ തന്നെയാണ് നമ്മുടെ കാര്യവും. അവന് കഴിവില്ല, കഥയില്ല എന്നൊക്കെ നമുക്കും അറിയാം. എന്നാലും അവനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ
നമ്മൾ അത് കേട്ടോണ്ട് നിൽക്കാൻ പാടില്ല. ഉടനടി പ്രതികരിക്കണം. വാക്കാലെങ്കിലും നമ്മുടെ മരുമോൻ കണ്ണിന് മുകളിൽ നിൽക്കട്ടമ്മേ. അല്ലെങ്കിലും മൊത്തത്തിൽ നോക്കിയാ ഉണ്ണിക്കുട്ടന് നല്ല സൗന്ദര്യമൊക്കെ ഉണ്ട്. എന്നാലും കല്യാണത്തിന് മുമ്പുണ്ടായിരുന്ന സൗന്ദര്യം കല്യാണത്തിന് ശേഷം ഇല്ലമ്മേ. ശരിയാ. നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരെ പോലെ ഒരുത്തനെയാണ് ഞാൻ എൻ്റെ കരണമോൾക്ക് വേണ്ടി സ്വപ്നം കണ്ടത്. പക്ഷെ ഇതിപ്പോ അവന് നെറ്റി മാത്രമേ ഉള്ളൂ, നെറ്റിപ്പട്ടം ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ അമ്മേ, അയ്യപ്പനാണ് അവളുടെ ശക്തി. അതെങ്ങനെയെങ്കിലും ഒന്ന് കുറയ്ക്കണമെന്ന് കരുതിയിട്ടാ ഒറ്റപ്പെട്ടൊരു അമ്പലത്തിലേക്ക് മുത്തശ്ശിയും കൂട്ടി അച്ഛൻ പോയത്. അപ്പൊ അവിടെ അവളെത്തി. മോളെ, അവൾക്കെന്തോ ആറാം ഇന്ദ്രിയം ഉണ്ടെന്നാ തോന്നുന്നേ. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കൂ? ആ, വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു മോളെ. അല്ല മോളെ, അമ്പലത്തിൽ പോയവള് ഓഫീസിൽ പോയി കണ്ണനെയും കൂട്ടിക്കൊണ്ട് വരാനുള്ള നേരമായോ? അതാ ഞാനും ആലോചിക്കുന്നേ. ഇവര് രണ്ടാളും ഒന്നിച്ചല്ലായിരുന്നെന്നാ ഏട്ടത്തി പറഞ്ഞത്. കാറിനകത്തും കണ്ണനില്ലായിരുന്നു. പിന്നെ എങ്ങനെയാ ഇവരൊന്നിച്ചു വരുന്നേ? വാ. ഏട്ടത്തി വിളിച്ചപ്പോ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചല്ലായിരുന്നെന്നാണല്ലോ പറഞ്ഞത്. പിന്നെ ഇപ്പോ ഒന്നിച്ചാണല്ലോ വരുന്നേ. എന്താ, ഞങ്ങക്ക് ഒന്നിച്ച് വന്നൂടെ? ഒന്നിച്ച് വരുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിന്നെ ഓഫീസിൽ പോയി വിളിച്ചോണ്ട് വരാനുള്ള സമയമായിട്ടില്ല. അതുകൊണ്ട് ചോദിച്ചതാ. ആ, കണ്ണേട്ടൻ അനന്തവേട്ടന്റെ വീട്ടിലുണ്ടായിരുന്നു. ഓ, അനന്തവേട്ടന്റെ വീടും അമ്പലവും ഏകദേശം അടുത്തടുത്താണല്ലോ. അല്ലെങ്കിൽ തന്നെ നമ്മൾ രണ്ടാളും ഒരുമിച്ച് വരുന്നത് ഇത്ര വലിയ സംഭവമാക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. കണ്ണാ, ഞങ്ങൾക്കത് വലിയ സംഭവമൊന്നുമല്ല. പിന്നെ ഒന്നിച്ച് വന്നത് കൊണ്ടൊന്ന് ചോദിച്ചൊന്നു മാത്രം. എന്റെ അച്ഛനും മുത്തശ്ശിയും സ്വസ്ഥായിട്ടൊന്ന് തൊഴാനാ അമ്പലത്തിലോട്ട് പോയത്. അപ്പൊ അവിടെയും അവരുടെ മനസ്സിളക്കാനായിട്ട് നീ എത്തിയല്ലോ. നിന്റെ അച്ഛനും മുത്തശ്ശിക്കും വേണ്ടി പകുത്തൊടുത്താണോ അമ്പലം? വേറെ ആർക്കും അവിടെ പോകാൻ പാടില്ലെന്നുണ്ടോ? എന്താ നീ ഒന്നും പറയാത്തെ? ഞാനും ഇയാളൊക്കെ അമ്പലത്തിലേക്ക് പോകുന്നത് പ്രാർത്ഥിക്കാനാ, അല്ലാതെ മറ്റുള്ളവരുടെ തകർച്ച മുന്നിൽ കണ്ടോണ്ടൊന്നും അല്ല. ഇവിടെ ആരാ അങ്ങനെ മുന്നിൽ കണ്ടോണ്ട് പോകുന്നത്? ആരാന്നറിഞ്ഞൂടെ? അത് ഉഗ്രമൂർത്തി ക്ഷേത്രമാ. ആരെന്ത് പറഞ്ഞാലും അതുപോലെ നടക്കും. അങ്ങനെയുള്ള ക്ഷേത്രത്തിലേക്ക് നിന്റെ അച്ഛനും മുത്തശ്ശിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്താണെന്ന് മറ്റുള്ളവർക്ക് ഊഹിക്കാൻ പറ്റും. നിങ്ങളൊക്കെ പോകുന്നത് എല്ലാവരും നന്നാവണേന്ന് പ്രാർത്ഥിക്കാൻ, ബാക്കിയുള്ളവർ പോകുന്നത് നശിക്കണേന്ന് പ്രാർത്ഥിക്കാനും. അങ്ങനെയുള്ള മാനസികാവസ്ഥയാണ് നിന്റെ അച്ഛനും മുത്തശ്ശിക്കും ഉള്ളത്. അതുകൊണ്ടാ ഞങ്ങൾ അങ്ങനെ പറഞ്ഞത്. വെറുതെ മലയ്ക്ക് പോവാൻ മാല ഇട്ടിട്ടെ വഴക്കിടേണ്ട കണ്ണ. ഒരുത്തിക്കാണെങ്കി ആ ബോധമേ ഇല്ല. അതിനൊപ്പം നീ നിൽക്കേണ്ട കണ്ണ. എല്ലാവരെയും എനിക്കറിയാമേ, പിന്നെ കൂടുതലൊന്നും ആരും പറയണ്ട.
ഇവളുടെ ഉള്ളിൽ കടന്നുകൂടിയിരിക്കുന്ന ആ അയ്യപ്പ ശക്തി അതേ പടി എടുത്ത് കളയാതെ ആർക്കും രക്ഷയില്ലമ്മേ. ഒരിക്കലും ആരും വരില്ല എന്ന് കരുതിയിട്ടാ ആ അമ്പലത്തിലേക്ക് തന്നെ കൂട്ടി ഞാൻ പോയത്. അപ്പോ അവിടേക്ക് വരാൻ പാടില്ലാത്തവർ തന്നെ വന്നു. അയ്യപ്പന്റെ ശക്തിയാ നമുക്ക് പിന്നിലുള്ളതെന്ന് മുത്തശ്ശിക്കും കരുണയുടെ അച്ഛനും ഒക്കെ അറിയാം. അതുകൊണ്ടായിരിക്കും ആ ഉഗ്രശക്തിയുള്ള അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് അവര് വന്നത്. അവിടേക്ക് അവർ വരാൻ കാരണം അമ്മായി തന്നെയാ. അമ്മായി അവിടെ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന അമ്പല. എന്തായാലും ഭാഗ്യത്തിന് അവരാരും കണ്ടില്ലല്ലോ. പിന്നെ എന്നെ കണ്ടതുകൊണ്ട് ശരിക്കും പേടിച്ചാണ്. ഇനിയിപ്പൊ ആ അയ്യപ്പ ക്ഷേത്രത്തിലെ അയ്യപ്പസ്വാമി എന്റെ ആളാണെന്ന് പറഞ്ഞു നടക്കും അവരെല്ലാരും കൂടി. ഇനി മലയ്ക്ക് പോകുന്നവരെ അമ്പലത്തിലോട്ടൊന്നുമില്ല. ഇപ്പോ കാലിന് ചെറിയ മുടന്നുണ്ട്. മല കയറുമ്പോ അത് മാറണമെന്നാ പ്രാർത്ഥന. അവിടുന്ന് തിരിച്ചു വന്ന ശേഷം നമുക്ക് അനന്തോനും ലേക്കൊപ്പം യാത്ര പോണം. ആളൊഴിഞ്ഞ ഏതെങ്കിലും കോണിലേക്ക് പോയാലേ എനിക്കൊന്ന് സ്വതന്ത്രമായിട്ട് നടക്കാൻ പറ്റൂ. പ്രഭാത സവാരിക്കൊക്കെ അച്ഛനുമായിട്ട് കുട്ടിക്കാലത്ത് പോയതാ. പിന്നീടൊന്നും ഉണ്ടായിട്ടില്ല. ഇനി തനിക്കൊപ്പം ചെറിയ മഞ്ഞ് വീഴുന്ന സ്ഥലത്തൂടെ കൈ കോർത്തു പിടിച്ച് നടക്കണം. ആഗ്രഹങ്ങൾ ചില്ലറയല്ലല്ലോ. കഴിഞ്ഞ 10-20 വർഷം മനസ്സിൽ കൂട്ടിവെച്ചതൊക്കെ ഇനി എന്റെ ജീവിതത്തിൽ നടക്കണം മഹി. അമ്മയാണല്ലോ. ഹലോ അമ്മേ. മോളെ, അയ്യപ്പ ക്ഷേത്രത്തിൽ വെച്ച് മോളെ കരുണയുടെ അച്ഛനും മുത്തശ്ശിയും കണ്ടു പറഞ്ഞിരുന്നല്ലോ. അവിടേക്കല്ലേ ഇന്ന് കണ്ണനെയും കൊണ്ട് പോയത്? എന്നിട്ട് കണ്ണനെ അവര് കണ്ടിരുന്നോ? ഇല്ലമ്മേ, ഭാഗ്യത്തിന് കണ്ടില്ല. എന്നെ മാത്രമേ കണ്ടുള്ളൂ. അവരെവിടെ വെച്ച് മോളെ കണ്ടു എന്ന് പറഞ്ഞപ്പോ എനിക്കൊരു ഭയം തോന്നി മോളെ. അതാ ഞാനിപ്പോ വിളിച്ചത്. അല്ല, കണ്ണിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. കണ്ണേട്ടൻ ഇപ്പൊ സ്മാർട്ടായിട്ട് നടക്കുന്നുണ്ട്. ശരി മോളെ, ഞാൻ വിളിച്ചോളാം. ആ ശരി അമ്മ. എന്നെ അയ്യപ്പ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടുന്ന് അവര് പോയി അമ്മയോട് പറഞ്ഞു. അതാ അമ്മ വിളിച്ചത്, പേടിച്ചിട്ട്. എന്നെ അവര് കണ്ടു കാണുമെന്ന് അമ്മ സംശയിച്ചു അല്ലേ? അതെ. ഇനി എത്ര നാള് നമ്മളിങ്ങനെ ഒളിച്ചും പാത്തൊക്കെ പോകും മഹി? കഴിയുന്നിടത്തോളം. നടന്നു തുടങ്ങിയ ഒരാൾക്ക് വീൽ ചെയറിൽ സഞ്ചരിക്കാൻ പാടാണ് മഹി. അതൊക്കെ കുറച്ച് സഹിച്ചേ പറ്റൂ കണ്ണേട്ടാ. പിന്നെ ഇപ്പൊ ഒരു യാത്രയുടെ കാര്യം കണ്ണേട്ടൻ പറഞ്ഞില്ലേ, അതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് യാത്രകൾ പോവാം. കഴിയുമെങ്കിൽ എല്ലാ മാസവും. മാസത്തിൽ ഒന്നല്ല, ആഴ്ച തന്നെ പോവാം. ചലിക്കാൻ കഴിയുന്ന അവയവങ്ങൾ ഇടയ്ക്ക് ചലിപ്പിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ അതോ അപകടം. അതിനിടയ്ക്കിടയ്ക്ക് നമുക്ക് തോമസ് വൈദ്യന്റെ വീട്ടിൽ പോയി കിടക്കാം. അദ്ദേഹം വീൽ ചെയറിൽ സഞ്ചരിക്കുന്നത് അപകടമാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എന്തായാലും ശരി, ഞാൻ നടന്നു തുടങ്ങിയപ്പോ എന്റെ അമ്മാവൻ വീൽ ചെയറിലായി. ഇനി നമ്മളൊക്കെ സംശയിക്കുന്നത് പോലെ അവരായിരിക്കോ അന്ന് എനിക്കും അച്ഛനും കൊട്ടേഷൻ കൊടുത്തത്? അന്ന് എനിക്കും എൻ്റെ അച്ഛനും ഒക്കെ അമ്മാവനെ വലിയ വിശ്വാസമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അമ്മാവന്റെ പ്രവൃത്തികളൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിൽ തെറ്റില്ല. കണ്ണേട്ടന്റെ അച്ഛന്റെ ആക്സിഡന്റ് ഒരു കൊലപാതകമാണെന്നാണോ കണ്ണേട്ടൻ പറയുന്നത്? എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നില്ല. എങ്കിലും ആ സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല.
ഏതെങ്കിലും ദുഷ്ടനായ ലോറിക്കാരന് അമ്മാവൻ പണം കൊടുത്തുകൊണ്ട് സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ അയാള് ലോറി കൊണ്ടെന്ന് ബൈക്കിലിടിച്ചതായിക്കൂടെ? അതും തള്ളിക്കളയാനാവില്ല കണ്ണേട്ടാ. ആ ലോറിയും ലോറി ഇടിച്ചവൻ ഇപ്പൊ എവിടെ ഉണ്ടാവും?